കുടുംബങ്ങൾ നന്നാവുമ്പോഴാണ് സമൂഹം നന്നാവുന്നത്. കുടുംബങ്ങൾ നന്നാവുന്നതോ വ്യക്തികൾ നന്നാവുന്നതിലൂടെയുമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഭർത്താവിനോടാണ് ഈ ആഹ്വാനം. താൻ സ്വയം നന്നായതുകൊണ്ട് മാത്രമായില്ല, തൻ്റെ ഭാര്യ സന്താനങ്ങളെ കൂടി നന്നാക്കിയെടുക്കേണ്ട ബാധ്യത കൂടി പുരുഷന്റെ ചുമതലയാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. ഇവർ എപ്രകാരമാണ് വർത്തിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നുണ്ട്. ഭാര്യയും ഭർത്താവും പരസ്പരം പൂരകങ്ങളാണ്. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ എന്ന വിശുദ്ധ ഖുർആന്റെ സൂക്തം വിശേഷിപ്പിക്കുന്നതും അതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സന്താപവും സ്നേഹവും ബഹുമാനവും സുഖവും പ്രയാസവും പരസ്പരം തുല്യമായ രൂപത്തിൽ പങ്കുവെക്കപ്പെടണം. എന്നാൽ ഇസ്ലാമിക കുടുംബ വ്യവസ്ഥകൾ പുരുഷന് അല്പം കൂടുതൽ സ്ഥാനം നൽകുന്നുണ്ട്. ഇത് സ്ത്രീകളെ അവഹേളിക്കാനാണെന്നും സ്ത്രീയെ അടുക്കളയുടെ കരിപുരണ്ട 4 ചുമരുകൾക്കിടയിൽ തളച്ചിടുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വിലപിക്കുകയും വിരളി പിടിക്കുകയും ചെയ്യുന്ന ആധുനിക സ്ത്രീ സമത്വ വിവേചനവാദികൾ യഥാർത്ഥത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയാണ്. പിതാവ്, സഹോദരൻ, ഭർത്താവ്, പുത്രൻ എന്നിവരുടെ സംരക്ഷണത്തിൽ സാമ്പത്തിക ഉത്തരവാദിത്വമോ കുടുംബത്തിൻ്റെ വരുമാനമോ ഒരിക്കലും ഏൽക്കേണ്ടി വരാതെ സ്ത്രീയെ പരമാവധി സുഖപ്രദമായ ജീവിതത്തിലേക്ക് നയിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. പുരുഷന്റെ ധാർമ്മിക നിയന്ത്രണത്തിൽ ഒതുങ്ങി അച്ചടക്കമുള്ളവരായി കുടുംബം മാറുക വഴിയാണ് അച്ചടക്കമുള്ള സമൂഹം ഉണ്ടായിത്തീരുന്നത്. സന്താനങ്ങൾ നല്ലവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ നല്ല ജീവിതം നയിക്കണം. കാരണം നല്ല വൃക്ഷത്തിൽ നിന്ന് മാത്രമേ നല്ല കനികൾ ഉണ്ടാവുകയുള്ളൂ. കാഞ്ഞിര മരത്തിൽ നിന്നൊരിക്കലും ഈത്തപ്പഴം പ്രതീക്ഷിച്ചുകൂടാ. സംശുദ്ധമായ കുടുംബജീവിതം നയിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഭക്തിയും നല്ല ചിന്തകളും കൈവരുത്താൻ സാധിക്കും. ഏതൊരു കാര്യത്തിലും പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള സഹകരണവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉറപ്പാക്കാൻ ശ്രമിക്കണം. നമ്മളിലൂടെ നന്മയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ മക്കളും വളരണം. മതപരമായ ചിട്ടയോടെ മക്കളോടൊത്തുള്ള സ്നേഹവും നമ്മൾ കാണിക്കുന്ന നന്മയായ പെരുമാറ്റ രീതിയും കൂട്ടുകുടുംബവുമായുള്ള ഐക്യവും നാം നിലനിർത്താൻ ശ്രദ്ധിക്കണം. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും നാഥൻ തൗഫീക്ക് നൽകട്ടെ.